ഇന്നലെയാണ് ചാരിറ്റി മോട്ടിവേഷൻ നന്മമരമായ ഫിലിപ്പ് മമ്പാടിൻ്റെ കേസ് മലയാളികൾ അറിഞ്ഞത്. ഇവനെപ്പോലുള്ള ഫെയ്ക്കോളികൾ എന്താണെന്നുണ്ടെങ്കിലും ഒരു ദിവസം പൊളിഞ്ഞു വീഴും. ഞാൻ ഇവനെ ഈ വീഡിയോയിൽ ഫിലിപ്പ് മമ്പാട് എക്സ്പോസ് എന്ന് ടൈറ്റിൽ ഇടാൻ കാരണം തന്നെ എന്താ അറിയോ, ഇപ്പോഴും പലരും അയ്യോ ഫിലിപ്പ് സാർ എങ്ങനെ ചെയ്യൂ, അയ്യോ ഫിലിപ്പ് മമ്പാട് സാർ എങ്ങനെ ചെയ്യോ എന്ന് ചോദിച്ച് നടക്കുന്നവരുടെ മുന്നിലേക്ക് ഇവൻ്റെ യഥാർത്ഥ മുഖം, 16 വയസ്സുള്ള കുട്ടിയോട് ഇവൻ എന്തൊക്കെ ക്രൂരത ചെയ്തു, ഇതൊന്നും നിങ്ങൾ വേറെ ന്യൂസ് ചാനലിലോ മീഡിയയിലോ കേട്ടിട്ടും കണ്ടിട്ടും ഉണ്ടാവില്ല. എന്നാൽ നിങ്ങൾ ഇതൊക്കെ അറിയണം. ഇവനെപ്പോലുള്ളൊരു പൊര മോനെ ഇവിടെ വന്നിരുന്ന് ഇനി 2 പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് മനസ്സമാനം കിട്ടില്ല. അതിൻ്റെ പേരിൽ നിങ്ങൾ എൻ്റെ മൂന്നാംകിട ചാനലിൽ മഞ്ഞ ചാനലിൽ അല്ലെങ്കിൽ നിങ്ങൾ ചാരിറ്റി ചെയ്യുന്ന ഒരാളെ കുറ്റം പറയാൻ നീ ആരടാന്നൊക്കെ എന്നെ ചോദ്യം ചെയ്താലും ഐ ഡോണ്ട് കെയർ. ഈ ചാനലുള്ളിടത്തോളം കാലം, എനിക്ക് സംസാരിക്കാൻ പറ്റുന്നിടത്തോളം കാലം ഇവനെപ്പോലെ നന്മ കാണിച്ച് ചാരിറ്റി കാണിച്ച് മോട്ടിവേഷൻ ഒലത്തി നടക്കുന്ന പല നാറികളെയും ഇതുപോലെ പച്ചയ്ക്ക് കൊണ്ടുവന്ന് എക്സ്പോസ് ചെയ്ത് അപരാധിച്ച് വിടും. മനസ്സിലായോ? അതിൻ്റെ പേരിൽ ഇനി എത്ര കുരിശിലേറ്റിയാലും വിഷയമല്ല, ഇവൻ്റെ PR ടീം ഇറങ്ങിയാലും വിഷയമല്ല, ഇവന് വേണ്ടി 10 ആളെൻ്റെ അടുത്ത് വേറെ പരിപാടികളായിട്ട് വന്നാലും വിഷയമല്ല, ഇനി ഇവനായിട്ട് പുറത്തിറങ്ങിയിട്ട് വന്നാലും ഇവൻ്റെ തലക്കിട്ടടിക്കാനുള്ള സാധനങ്ങൾ ഞാൻ കയ്യിലെടുത്ത് വെക്കാതെ ഞാനൊരു കണ്ടന്റ് ചെയ്യില്ല എന്നുള്ളത് എൻ്റെ റെഗുലർ വ്യൂവേഴ്സ് മനസ്സിലാക്കുക. അപ്പോൾ ഇത് ഇന്ന് ന്യൂസിൽ വന്നതാണ്. ഓക്കെ, ഇതവിടെ നിൽക്കട്ടെ. ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോ ചെയ്തപ്പോൾ പറയുന്നുണ്ട്, എനിക്ക് എൻ്റെ നാട്ടിൽ നിന്ന്, ഞാൻ മലപ്പുറത്താണ്, അപ്പോൾ പെരുന്തോളം സ്റ്റേഷനിലായിരുന്നു, അപ്പോൾ മമ്പാടുകാരനാണ്, ഒരുപാട് പേര് ഇവൻ എന്താന്നുള്ളത് അയച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇവൻ ഈ അമ്മപ്പാസൊക്കെ പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയയിൽ ഇടുന്ന ഇവൻ്റെ വൈറൽ കണ്ടൻറ്റുകൾ, പല വേദികളിലും മോട്ടിവേഷൻ ചനത്താൻ പോകുന്ന സമയത്ത് അമ്മയെക്കുറിച്ച് പറഞ്ഞ് വിങ്ങിപ്പൊട്ടുന്ന കാര്യങ്ങൾ, ഇതൊന്നും അല്ല ഇതിൻ്റെ റിയാലിറ്റി. അമ്മ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ തിരിഞ്ഞു നോക്കാത്തൊരു ഒരു 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 സൈഡാണ് ഇവൻ്റെ ലൈഫിൽ. അതൊക്കെ വേറെ കഥ, അത് അങ്ങനത്തെ കഥകളും. പിന്നെ ഈ 16 വയസ്സുകാരിയുടെ ഈ വിഷയത്തിൽ ഇവൻ അമ്മയെ ഉപയോഗിക്കലൊക്കെ ഉണ്ട്. ആൻഡ് ഇത് പ്രത്യേക ശ്രദ്ധയ്ക്ക് ഞാൻ പറയുന്നു ആൾക്കാരിത്, ഇവൻ്റെ വീട്ടിലുള്ള സ്ത്രീകളോടൊന്ന് ചോദിച്ചു നോക്കണം അതിലെത്ര പേരെ ഇവൻ ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളത്. ഞാൻ പച്ചയ്ക്ക് ഞാൻ പറയുകയാണ്, അങ്ങനത്തെ വിത്താണ് അവൻ. ഓക്കെ, അപ്പോൾ എനിക്ക് എൻ്റെ നാട്ടിൽ നിന്ന് തന്നെ എന്നെ അത്രയും അടുത്തറിയാവുന്ന, എനിക്ക് അത്രയും ക്രെഡിബിൾ എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയിൽ നിന്ന് ഞാൻ കേട്ടതാണ്. നമസ്കാരം സായി ബ്രോ, ഞാൻ നിങ്ങളുടെ കണ്ടു വീഡിയോ. മേൽപ്പറഞ്ഞ ആളെ കുറിച്ചുള്ള സത്യസന്ധമായ കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്തത്. അയാള് സെക്ഷുവലി അബ്യൂസ് ചെയ്ത 2-3 കഥകൾ എനിക്കറിയാം. കാരണം എനിക്ക് അദ്ദേഹത്തെ കുറെ മുമ്പേ അറിയാം. അതുകൊണ്ടാണ്. ഒന്ന്, അദ്ദേഹം 2010 ഒരു ഹോമോസെക്ഷൽ ഇടപാട് നടത്തിയിട്ടുണ്ട്. ആ കഥ മഞ്ചേരി ഭാഗത്തുള്ള ചില ഉദ്യോഗസ്ഥർക്കൊക്കെ അറിയാം. 2010-11 കാലത്തിലാണത്. അതിനുശേഷം പിന്നീട് അറിയുന്ന കഥ എന്ന് പറയുന്നത്, വർഷങ്ങൾക്ക് ശേഷം ഭർതൃമതിയായ ഒരു സ്ത്രീയെ ഇയാള് വിവാഹ വാഗ്ദാനം നൽകി, 2 മക്കളുണ്ട്, നിരന്തരം പീഡിപ്പിച്ചു. അവർ നല്ല റെപ്യൂട്ടേഷനിൽ നിൽക്കുന്ന, നല്ല പോസ്റ്റിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അവസാനം ഇവർ തമ്മിൽ സാമ്പത്തിക ഇടപാടിന്റെ പേരിൽ തല്ലിപ്പിരിഞ്ഞ് 10 ലക്ഷത്തിൽ പല രൂപയാണ് ഈ പെണ്ണിന് ഇയാൾ തട്ടിയെടുത്ത്. അതിൽ 6 ലക്ഷം രൂപ കൊടുത്തു, ഇനി 4 ലക്ഷം രൂപ കൊടുക്കാൻ അങ്ങനത്തെ ഒരു ഇടപാട് ഇവരവരുണ്ട്. അവസാനം ബന്ധുക്കളൊക്കെ മദ്യം പറഞ്ഞ് ഭാര്യ ഇവരറിഞ്ഞ് ഭാര്യ പിണങ്ങിപ്പോയി. ഭാര്യ പിന്നെ ഇതിന്റെ പേരിൽ ഡിവോഴ്സ് വരെ ആയിട്ടുണ്ട്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് കുൽസിത പ്രവൃത്തികൾ ചെയ്ത ഒരു വ്യക്തിയാണ്. പക്ഷെ ഈ എന്താ പറയാ, സോഷ്യൽ മീഡിയയിലെ ഈ സദാചാരവാദികളൊക്കെ ഉണ്ടല്ലോ, ഇയാളെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകള്, ഇവർക്ക് ഈ കാര്യങ്ങളൊന്നും അറിയില്ല. ഇയാളെ കുറിച്ചുള്ള കഥകൾ എത്രയോ പേരെ ഇയാള് ഈ രീതിയിൽ അബ്യൂസ് ചെയ്തത് ഈ സ്ത്രീ പിന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇതൊക്കെ എന്താ പറയാ, കാലത്തിന്റെ കാവ്യനീതി എന്നൊക്കെ പറയില്ലേ, കർമ്മ, അതാണ് സംഭവിച്ചത്. ഈ വരും കാലങ്ങളിൽ ഒരുപാട് കാര്യങ്ങൾ പുറത്തു വരും. ഇതൊന്നല്ല, ഇയാൾ ചെയ്തത് ഒരുപാടുണ്ട്. ഇത്തരം പൊയ്മുഖങ്ങളൊക്കെ അഴിഞ്ഞു വീഴും. അതിപ്പോ ആളുകൾക്ക് അതൊന്നും വിശ്വസിക്കൂല. കാരണം ആളുകളുടെ മനസ്സിൽ ഇയാള് വലിയൊരു മനക്കോട്ട കെട്ടിയിട്ടുണ്ട്, വലിയൊരു രൂപം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. മനസ്സിലായില്ലേ? അതിങ്ങനെ അഴിഞ്ഞു വീഴുമ്പോഴാണ് ആളുകൾക്ക് മനസ്സിലാവുക, ദൈവമേ ഇയാൾ ഇത്രയും ഭീകരനായിരുന്നു. ഇയാൾ ശരിക്കും സെക്ഷൽ മാനിയാക്കാണ്. കേട്ടല്ലോ, ഇവന് കാനഡയിൽ ഒരു ഗേൾ ഫ്രണ്ട് ഉണ്ട്, നഴ്സാണെന്നാണ് പറയുന്നത്. അവരൊക്കെ ഈ വീഡിയോ കണ്ടെങ്കിൽ അവരെ ശ്രദ്ധയ്ക്കാണ്, ഇത് നിങ്ങൾ അവിടെ ഇരുന്ന് കാണുന്ന വിത്തല്ല. ഓക്കെ,
ഇവനൊരു മോഡസ് ഞാൻ പറഞ്ഞുതരാം. അതിവിനയം കാണിച്ച് ഓവർ മോട്ടിവേഷൻ അലർത്തി ചാരിറ്റി ചെയ്യുന്നതിൻ്റെ നന്മകൾ പറഞ്ഞ് പോലീസ് ജോലി ഇട്ടെറിഞ്ഞ് വലിച്ചെറിഞ്ഞ് പോകുന്നു എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പറഞ്ഞ് ഓരോരുത്തരെയും കൺവിൻസ് ചെയ്ത് അവരുടെ അടുത്ത് കയറിക്കൂടും. ഓക്കെ, സ്ത്രീകളുടെ അടുത്ത് കയറിക്കൂടി അവരെ കൺവിൻസ് ചെയ്തൊരു വഴിക്കാക്കി അവരെ ശാരീരികവും അവരെ മോണിറ്ററി ബെനിഫിറ്റ്സിനും ഒക്കെ ഉപയോഗിച്ചതിന് ശേഷം പിന്നെ ഇവൻ അങ്ങോട്ട് തുടങ്ങും ആത്മഹത്യാ ഭീഷണി തുടങ്ങിക്കഴിഞ്ഞാൽ അത് ഇവൻ മാത്രമല്ല, അമ്മേനെ കൊണ്ടുവരെ, ആ വയ്യാത്ത അമ്മേനെ കൊണ്ടുവരെ വെച്ച് പറയിപ്പിച്ച് ഇവൻ ഉണ്ടാക്കും. ഒരു പാറ്റേണാണ് ഇവൻ്റെത്. പിന്നെ ആദ്യ കാലഘട്ടങ്ങളിൽ ആൺകുട്ടികളെയും എന്നുള്ളത് നിങ്ങൾ തന്നെ ഈ വോയിസിൽ കേട്ടാലേ നടന്നിട്ടുണ്ട്. ഇതിവിടെ ഒന്നും നിൽക്കുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, സ്വന്തം വീട്ടിലെ സ്ത്രീകൾ വരെ സേഫാണോ എന്നുള്ളതൊന്ന് പോലീസുകാർ ഇറങ്ങി തിരിച്ച് അന്വേഷിച്ചാൽ വിവരങ്ങൾ അറിയും. ഇനി ഞാനിവിടെ കുറച്ച് സ്ക്രീൻഷോട്ട്സ് വെക്കുന്നുണ്ട്. ഇത് ഇപ്പോൾ വന്ന കേസ്, അതിലെ വിക്ടിം ഫസ്റ്റ് ആരെടുത്താണോ ഈ വിഷയങ്ങൾ സംസാരിച്ചത് അവരെനിക്ക് പറഞ്ഞു തന്ന കാര്യങ്ങളാണ്. ഓക്കെ, അവരുടെ ഐഡൻറ്റിറ്റി, അവരാര് എന്ത് എന്നുള്ളതൊന്നും ഞാൻ റിവീൽ ചെയ്യുന്നില്ല. എനിക്കതൊന്നും റിവീൽ ചെയ്യാൻ പറ്റില്ല. എഗെയിൻ ഞാൻ പറയുന്നു, വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കാം. ഈ 16 വയസ്സുകാരിയുടെ വിഷയത്തിൽ പല സംശയങ്ങളും പലർക്കും ഉണ്ടാവും. അപ്പോൾ എന്താണ് വിഷയം എന്നുള്ളത് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നവർ മനസ്സിലാക്കുക. ഇവനെപ്പോലുള്ള പരനാറികളെ ദയവ് നിങ്ങൾ വിശ്വസിക്കാതിരിക്കുക. ഇവന് വേണ്ടി സംസാരിക്കാൻ വരുന്നവർ പലരും ഉണ്ടായിരിക്കും. അവരും നിങ്ങൾ ഉറപ്പിക്കുക ഇവനെപ്പോലെ എന്തെങ്കിലുമൊക്കെ ഉടായ്പുള്ളവർ തന്നെയായിരിക്കും. ഓക്കെ, അപ്പോൾ ഇവർ ദുബായിലായിരുന്നു, ഈ കുട്ടി ദുബായിലായിരുന്നു. ആ ദുബായിൽ ഈ കുട്ടിക്ക് കുറച്ച് മാനസികമായിട്ടുള്ള ഇഷ്യൂസ് അവിടുന്ന് ഫേസ് ചെയ്യേണ്ടി വന്നു. അല്ലെങ്കിൽ അവിടുത്തെ ഒരു മെൻ്റൽ സ്ട്രഗിൾ ഉണ്ടായിരുന്നു ഈ കുട്ടിക്ക്. കുട്ടി നാട്ടിലേക്ക് എത്തുന്നു, ഫാമിലിയോട് കുട്ടിക്കൊരു ഹെൽപ്പ് വേണം. ഓക്കെ, കുറച്ച് ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നുണ്ട്, മെൻ്റലി അത്ര ഓക്കെ അല്ല, ഇല്ലാണ്. സോ ഒരു കൗൺസിലിംഗ് വേണം, ഒരു കൗൺസിലറെ കാണണം എന്നൊക്കെ പറഞ്ഞ സമയത്ത് ഇവൻ ഭയങ്കരമായിട്ട്, ഞാൻ ഇത് വേറൊരു കാര്യം പറയാം, മലപ്പുറം ഏരിയയിൽ ഞാൻ അന്വേഷിച്ച സമയത്ത് എൻ്റെ നാട്ടിൽ നിന്ന് എനിക്ക് മനസ്സിലായൊരു കാര്യം എന്താ അറിയുമോ, ഇവിടെ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ അകത്ത് ഒരു നോൺ മുസ്ലിമായി, ഇത് മതം വെച്ച് പറയുന്നതല്ല, പക്ഷേ ഇവിടുത്തെ ഒരു അവസ്ഥ വെച്ചിട്ട് ഞാൻ പറയുന്നു, മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ അകത്ത് ഒരു നോൺ മുസ്ലിം ആയിട്ടുള്ള ഒരു കൗൺസിലർ. ഓക്കെ, ആ പേരിൽ ഇയാൾ ഭയങ്കര ഗ്രിപ്പാണ് ഇയാൾക്ക്. ബിക്കോസ് ഇയാൾ ഇടയ്ക്കിടയ്ക്ക് മുസ്ലിം മതത്തിനെക്കുറിച്ചും ഖുറാനെക്കുറിച്ചും അതിലെ സൂക്തങ്ങളെക്കുറിച്ചും അങ്ങനെ കണ്ണടച്ച് പിടിച്ച് തള്ളി വിടുന്ന ഒരാളാണ്. ഓക്കെ, ഇതൊക്കെ പ്രിപ്പറേഷനാണ്. ഒരു കുടുംബത്തിലേക്ക്, ഒരു വ്യക്തിയിലേക്ക് ഇടിച്ചു കയറാനുള്ള ഇവൻ്റെ ഓരോ ടൂളുകളാണ്. ഇത് നിങ്ങൾക്ക് സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവൻ ഈ സോഷ്യൽ മീഡിയയിൽ തന്നെ പറഞ്ഞു വെച്ചൊരു സാധനം ഞാൻ ഇവിടെ ഇടാം. ഇപ്പം ഇത് സംഘികൾ എടുത്തിട്ട് ട്രോളുന്നുണ്ട്. അപ്പോൾ ഖുറാൻ പഠിച്ചത് കൊണ്ടാണ് നീ എന്നുള്ള ഈ കേസിലേക്ക് പോയെന്നുള്ളത് ആ സംഗതിയല്ല. ബട്ട് ഇതിൻ്റെ രീതി വേറെ, ഇവൻ്റെ പാറ്റേൺ വേറെ, ഇവൻ്റെ മോഡസ് വേറെ. ഇവിടുത്തെ ഞാൻ പറഞ്ഞല്ലോ, മുസ്ലിം ഫാമിലീസിലേക്ക് ഒരു കൂടുതൽ ആക്സെപ്റ്റൻസ് കിട്ടാൻ വേണ്ടിയിട്ട് അത് നിങ്ങളൊരു ഇവിടുത്തെ ഒരു അവസ്ഥ വെച്ച് ഞാൻ പറയാം, മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ ഇല്ലാത്തൊരു ഹിന്ദുവോ ക്രിസ്ത്യനോ വന്നിരുന്നിട്ട് ആ റിലീജിയനെയും അതിൻ്റെ പുസ്തകങ്ങളെയൊക്കെ കുറിച്ച് ഭയങ്കരമായിട്ട് പറഞ്ഞ് അങ്ങനെയൊക്കെ തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നും കൂടി ഒന്ന് ആക്സെപ്റ്റൻസ് കൂട്ടുന്ന ഒരു തരം വളരെ കൺസർവേറ്റീവായിട്ട് ചിന്തിക്കുന്ന കുറേ ഫാമിലികളുണ്ട്. മനസ്സിലായോ? ഇവൻ പറഞ്ഞൊന്ന് കേൾക്കണേ. ഒരുപക്ഷെ ജീവിതം ഇങ്ങനെ ആയിത്തീരട്ടെ എന്ന് മുൻപ് ഞാൻ പ്രതീക്ഷിച്ചില്ല. പക്ഷെ ഇന്ന് വായനയിലൂടെ വന്ന ചില അറിവുകളാണ് അതിനെന്നെ ഏറ്റവും കൂടുതൽ എന്നെ പ്രാപ്തനാക്കിയത്. ഒരുപക്ഷെ ഏറ്റവും വലിയ ഗ്രന്ഥം എന്ന് വെച്ചാൽ പരിശുദ്ധ ഖുറാനാണ്. പരിശുദ്ധ ഖുറാന്റെ ഈ 6666 114 സൂറത്തിലൂടെയും ഞാൻ കടന്നു പോയിട്ടുണ്ട്. അതിലൂടെ എല്ലാം പലപ്പോഴും എൻ്റെ കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ട്, പലപ്പോഴും എന്നെ ചിരിപ്പിച്ചിട്ടുണ്ട്, ചിന്തിപ്പിച്ചിട്ടുണ്ട്, പലപ്പോഴും ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് ശരീരത്തിന് മുഴുവൻ ഊർജ്ജം സംഭരിക്കാൻ പറ്റിയിട്ടുണ്ട്. ഇതെല്ലാം സ്വാംശീകരിച്ച വായനയുടെ ചില നിമിഷം. അടച്ചോനെയും ഖുറാനെയും പറഞ്ഞ് നാട്ടുകാരെ പറ്റിക്കുന്ന കള്ളനായി, എന്തൊരവസ്ഥയാണ് ഇതൊക്കെ കണ്ടിട്ടും കേട്ടിട്ടൊക്കെ വിശ്വസിക്കുന്ന കുറേ ആൾക്കാരുണ്ട് ഇവനെ. അങ്ങനെ വിശ്വസമായിരിക്കണം ഈ കുട്ടിയുടെ ഫാമിലി. അങ്ങനെ ഇവൻ്റെ അടുത്തേക്കാണ് കൗൺസിലിങ്ങിന് വേണ്ടി കൊണ്ടുപോകുന്നത്. ആൻഡ് ദ സാഡസ്റ്റ് പാർട്ട്, ഈ കുട്ടി ഇയാളെ വിശ്വസിക്കുകയാണ്. കാരണം ഫാമിലി കൊണ്ടുവന്നൊരു വ്യക്തിയാണല്ലോ കൗൺസിലിംഗ് എന്ന് പറഞ്ഞിട്ട്. ഈ കുട്ടി ആ കുട്ടിയുടെ ലൈഫിൽ ഇതുവരെ ആരോടും പറയാത്ത സിറ്റുവേഷൻസ് ആൻഡ് പ്രോബ്ലംസ്, ആ കുട്ടി ഫേസ് ചെയ്ത അവസ്ഥകളൊക്കെ ഈ വ്യക്തിയോട് തുറന്ന് പറയുകയാണ്. ഓക്കെ, അത് അത്രയും വിശ്വസിച്ചിട്ടാണ് പറയുന്നത്. അതിവൻ മുതലെടുക്കുന്നു. ഹർ പാസ്റ്റ്,
ഹെർ സീക്രറ്റ്സ്, ഇതൊക്കെ കയ്യിൽ കിട്ടിയ ഫിലിപ്പ് മമ്പാടിന് മനസ്സിലായി ഇതൊരു കൃത്യമായ ഇരയാണ്. യൂസ് ചെയ്താലും നാളുകളിൽ ഇവൻ എന്ത് ചെയ്യാം, ഇതിൻ്റെ മുകളിൽ കഥ ഉണ്ടാക്കാം, ഈ കുട്ടിയെ ഭീഷണിപ്പെടുത്താം, ഈ ഫാമിലിയെ ഭീഷണിപ്പെടുത്താം എന്ന് മനസ്സിലാക്കി ഇവൻ്റെ അകത്ത് ഒളിഞ്ഞു കിടക്കുന്ന ഒരു പോലീസ് ക്രിമിനൽ മൈൻഡുള്ളൊരു ഒരു മൃഗമുണ്ടല്ലോ, അതങ്ങോട്ട് റെഡിയായി. അങ്ങനെ ഈ കുട്ടിയുടെ പാസ്റ്റും സീക്രട്സും ഒക്കെ മനസ്സിലാക്കി ഇവൻ മെല്ലെ മെല്ലെ ഈ കുട്ടിയുടെ ഫാമിലിയെ കൺവിൻസ് ചെയ്യാൻ തുടങ്ങി. അതായത് ഇവൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് നിർത്തിയാൽ ഈ കുട്ടിക്കൊരു ബെറ്റർ ട്രീറ്റ്മെൻറ്റ്, ബെറ്റർ കൺസിഡറേഷൻ കൊടുത്ത് ഈ കുട്ടിയെ ഇവൻ എന്ത് ചെയ്തെടുക്കാം, മാറ്റിയെടുക്കാം എന്ന് പറഞ്ഞ് ഒരു 2-3 സെഷൻസ് കഴിഞ്ഞതിന് ശേഷം ഈ കുട്ടിയുടെ ഫാമിലി ഇവൻ കൺവിൻസ് ചെയ്ത്, ഇതിനൊക്കെ പ്രൂഫുകളുണ്ട്, അതൊക്കെ പോലീസിൻ്റെ ഇതിൻ്റെയൊക്കെ പ്രൂഫുകളുണ്ട്, കൺവിൻസ് ചെയ്ത് ഫാമിലിയെ പറഞ്ഞ് ഇവൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ കുട്ടിയെ ഇവൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. ആൻഡ് ബൈ ദ വേ ഇവൻ്റെ വീട്ടിൽ ഇവൻ്റെ മകളില്ല, ഇവൻ്റെ ഭാര്യയില്ല, ഒരു മനുഷ്യനില്ല, ഇവൻ്റെ അമ്മയുണ്ട്, പിന്നെ ഏതൊക്കെയോ ഇവൻ്റെ ഫ്രണ്ട്സ് എന്ന് പറയുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അതും ഈ അമ്മയെ നോക്കുന്നതൊക്കെ മോസ്റ്റ് മെജോറിറ്റി ഇവൻ്റെ ഫ്രണ്ട്സും അല്ലെങ്കിൽ പെയിൻ ആൻഡ് പാലിയേറ്റീവും ഒക്കെയാണ്. അല്ലാതെ ഇവൻ ഈ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് തള്ളുന്ന പോലെ ഇവൻ്റെ അമ്മേനെ നോക്കിയിട്ടൊന്നുമില്ല. ഓക്കെ, അതൊക്കെ ജസ്റ്റ് സോഷ്യൽ മീഡിയയിൽ ആളുകളെ കണ്ടു അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള ഇവൻ്റെ ഗിമിക്കുകൾ മാത്രമാണ്. ഓക്കെ, അങ്ങനെ ഇവൻ്റെ സെർവൻറ്റും ഇവൻ്റെ അമ്മയും പിന്നെ 1-2 വന്നു പോകുന്ന ഇവൻ്റെ ഫ്രണ്ട്സുള്ള വീട്ടിലേക്ക് ഇവൻ്റെ ഈ കുട്ടിയെ കൊണ്ടുപോവാണ്, ഈ 16 വയസ്സുകാരി. അവിടെ കൊണ്ടുപോകുന്നു, ഒറ്റയ്ക്ക് റൂം കൊടുക്കുന്നു, സ്വന്തം മകളെപ്പോലും നോക്കുന്നു, പറയുന്നു മകൾ തന്നെ എന്ന് പറഞ്ഞ് എല്ലാവരെയും പരിചയപ്പെടുത്തുന്നു. അങ്ങനെ കുറച്ച് ദിവസം അവിടെ വീട്ടിൽ അന്ന് ആ പോയ ടൈമിലൊന്നും ഈ കുട്ടിക്ക് അങ്ങനത്തെ വിഷയങ്ങളൊന്നും ഇവൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ഇവൻ അങ്ങനത്തെ ഒരു ഇനീഷ്യേറ്റ് ചെയ്തിട്ടില്ല. അവനൊരു കൃത്യമായ അവസരം കാത്തിരിക്കുന്ന ഒരു കള്ള കഴിവേറിയായിരുന്നു. അങ്ങനെ ഇവൻ എന്ത് ചെയ്തു അറിയോ, സെപ്റ്റംബർ 3, 2025 സെപ്റ്റംബർ 3, 2025 ഈ കുട്ടിയോട് ഇവൻ വെർബലി ചോദിക്കുകയല്ലാതെ, ഇവൻ്റെ ഒരു പാറ്റേൺ നിങ്ങൾ ആലോചിക്കണം, ഇവൻ്റെ പോലീസ് ബുദ്ധി, അതായത് ബുദ്ധി കൂടിയാണ്. ഇവൻ്റെ കാര്യങ്ങൾ എഴുതി വെക്കുന്ന, അതായത് ഇവൻ എവിടേക്കാണ് പ്രോഗ്രാംസ് എഴുതി വെക്കുന്ന പ്രോഗ്രാം ഡയറിക്കകത്ത് ഒരു കാര്യം ഈ കുട്ടിക്ക് എഴുതി കാണിച്ചു കൊടുക്കുകയാണ്. 2 ദിവസം നീണ്ട യാത്ര ആണ്, പോരാൻ സമ്മതമുണ്ടെങ്കിൽ മാത്രം വരിക. അതായത് ഇയാളൊരു മോട്ടിവേഷൻ ക്ലാസ്സിന് പോവുകയാണ്, 2 ദിവസത്തെ യാത്രയാണ്, വീട്ടിൽ ഒറ്റയ്ക്കാണല്ലോ, ഇയാൾ പോവാ, പിന്നെ അമ്മയും സെർവൻറ്റും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരു അച്ഛനെപ്പോലെ വിശ്വസിക്കുന്ന ഒരാളുടെ അടുത്ത് ഒരു മകൾ എങ്ങനെ നിൽക്കുന്നു, ആ മൈൻഡ് സെറ്റിലേക്ക് കുട്ടി നിൽക്കുന്നത്. അച്ഛൻ തന്നെ വിളിപ്പിച്ചിട്ടുമുണ്ട്. അപ്പം അങ്ങനത്തെ സാഹചര്യത്തിൽ ഇത് പോരുന്നോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഈ കുട്ടി ഓക്കെ, മോട്ടിവേഷൻ ക്ലാസ്സിനാണല്ലോ, ഒരു ചേഞ്ചും കൂടി ആവുമല്ലോ, ഒന്ന് എന്നും ആ വീട്ടിൽ തന്നെ നിൽക്കുമല്ലോ. അങ്ങനെ കാസർഗോഡ് പോകുന്നു, കാഞ്ഞങ്ങാട് എത്തുന്നു. അവിടെ എത്തിയതിന് ശേഷം പ്രോഗ്രാമിന് പോകുന്നു, ആ പ്രോഗ്രാമിന് കയറുന്നു. ആ പ്രോഗ്രാമിന് കയറി പ്രോഗ്രാം അന്ന് അറ്റൻഡ് ചെയ്തതിന് ശേഷം ഇയാൾക്ക് പിന്നെ ഒരു നെക്സ്റ്റ് ഡേ ഒരു പ്രോഗ്രാം ഉണ്ടെന്ന് പറയുന്നു. ആ സാഹചര്യത്തിൽ അവർക്ക് അവിടെ സ്റ്റേ ബാക്ക് ചെയ്യണം എന്നുള്ളൊരു അവസ്ഥ വരുമ്പോൾ, ഒന്നില്ലെങ്കിൽ ഇന്ന് വീട്ടിൽ പോയി നാളെ വരണം, അല്ലെങ്കിൽ ഇന്ന് ഇവിടെ റൂം എടുത്ത് താമസിക്കണം. എക്സാക്റ്റ് വേർഡ്സ് കോട്ട് ചെയ്ത് വെച്ചോ. ഇത് പറഞ്ഞ ആ കുട്ടിയോട് ഇയാൾ ഇത് കൺവിൻസ് ചെയ്യിക്കുന്നു, അതായത് ഇന്നിവിടെ നിൽക്കാം. ആൻഡ് ബൈ ദ വേ ഈ കുട്ടിയെ ഇയാളുടെ വീട്ടിലേക്ക് വിട്ട സമയത്തും ഈ കുട്ടി ഇയാളുടെ വീട്ടിലുള്ള സമയത്തും ഫോണില്ല. കംപ്ലീറ്റ്ലി ഈ കുട്ടിയുടെ വീട്ടുകാരായിട്ടുള്ള ഡയറക്റ്റ് കോണ്ടാക്റ്റ് കട്ടാണ്. ഇവൻ ത്രൂ അല്ലെങ്കിൽ ഇവനിലൂടെയാണ് കോണ്ടാക്റ്റും ബാക്കി കാര്യങ്ങളും. ആൻഡ് ബൈ ദ വേ ഇവൻ ഈ കുട്ടിയുടെ വീട്ടുകാരെ ഭയങ്കരമായിട്ട് കൺവിൻസ് ചെയ്ത് വെച്ചതുകൊണ്ട് തന്നെ ഈ കുട്ടിക്ക് വീട്ടിൽ പറയണമെന്നുണ്ടായിരുന്നു, പക്ഷേ ഇവൻ അത് സമ്മതിച്ചില്ല. ഇവൻ അത് അറിയിക്കും എന്നുള്ള രീതിക്ക് ഇവനത് മാറ്റി. അങ്ങനെ ഹോട്ടൽ എടുക്കുന്നു, ഹോട്ടൽ റൂമിലേക്ക് പോവാണ്. അങ്ങനെ ഹോട്ടൽ റൂമിലേക്ക് പോയ സമയത്ത്, ഹോട്ടലിൻ്റെ പേരും കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല, ഒക്കെ പോലീസുകാർക്ക് അറിയാം, അവർ ഓൾറെഡി അവിടുന്ന് CCTV വിഷ്വൽസും പരിപാടികളൊക്കെ എടുത്ത് കാണും. കുട്ടി 18 വയസ്സിന് താഴെയാണ്. അപ്പോൾ ഇവനാണ് കയറി ചെല്ലുമ്പോഴത്തേക്ക് റൂം എടുത്ത് കൊടുക്കില്ല. അവിടെയാണ് ഇവൻ ഉപേക്ഷിച്ച VRS എടുത്ത് പിരിഞ്ഞ പോലീസിൻ്റെ ID കാർഡ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇതൊക്കെ പോലീസ് ഇൻവെസ്റ്റിഗേഷനിൽ കൃത്യമായിട്ട് പോലീസിന് കിട്ടാവുന്ന വകുപ്പുള്ളൂ. ഫ്രണ്ട് ഡെസ്കിലുള്ള ആരോട് ചോദിച്ചാലും, അവിടെ അന്ന് ദിവസം എന്നുള്ള ആരോട് ചോദിച്ചാലും അറിയാം, ഈ കുട്ടി 18 വയസ്സിന് താഴെ ആയതുകൊണ്ട് കുട്ടിയുടെ ആധാർ കാർഡോ ID കാർഡോ അവിടെ കൊടുത്തു കഴിഞ്ഞാൽ അതെന്തെങ്കിലും ഇതുണ്ട് എന്നുള്ളത് കൊണ്ടായിരിക്കണം ഇവൻ എന്ത് ചെയ്തു, അച്ഛ എന്ന് വിളിക്കണം, ഫാദർ എന്ന് വിളിക്കണം എന്ന് പറഞ്ഞിട്ട് ഈ കുട്ടിയോട് ഈ കുട്ടീനെ കൊണ്ട് അങ്ങനെ വിളിപ്പിച്ച് പോലീസ് ID കാർഡ് എടുത്തിട്ട് അവിടെ കൊടുത്തു. ഈ
ഫ്രണ്ട് ഡെസ്കിൽ കൊടുത്തു, റിസപ്ഷനിൽ. അപ്പം അങ്ങനെ ആകുമ്പോൾ എന്താ, അച്ഛൻ പോലീസ്, ഇത് മകള് ഡയറക്റ്റ് റൂം എടുക്കുന്നു, റൂമിൽ കയറി ചെല്ലുന്നു. 2 ബെഡാണ് റൂമിലുണ്ടായിരുന്നത്. ഓക്കെ, 2 സെപ്പറേറ്റ് ബെഡ്. അത് ഈ കുട്ടി ഉറങ്ങി താഴോട്ട് വീഴുമെന്ന് പറഞ്ഞ് ഫോഴ്സ്ഫുള്ളി ഈ 2 ബെഡും അടുപ്പിച്ചിട്ട് അതിനുശേഷമാണ് ആ റൂമിൽ ഈ കുട്ടിയെ ഇവൻ അത്ര മോശമായിട്ട് ഉപയോഗിച്ചത്. ഉപയോഗിക്കാൻ ഈ കുട്ടിയുടെ ദേഹത്തേക്ക് ഇവൻ ഇടിച്ചു കയറുന്നതിന് മുമ്പ് ഇവൻ പറഞ്ഞു വെച്ചത് എന്താ അറിയും? ഇന്ന് വരുമ്പോൾ എന്നോടുള്ള ബഹുമാനം നാളെയും നമ്മൾ പോകുമ്പോഴും ഉണ്ടാകണം. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഒരു 16 വയസ്സുള്ള കുട്ടി സ്വന്തം അച്ഛനായി കണ്ടു വന്ന ഒരാൾ, അച്ഛനെപ്പോലെ ആ കുട്ടീനെ ട്രീറ്റ് ചെയ്തൊരു മനുഷ്യൻ ഒറ്റയടിക്ക് ഫ്ലിപ്പാവുകയാണ്. ഒരു റൂമിലെത്തി ഒരു ബെഡിൽ നിന്ന് അങ്ങോട്ട് ഫ്ലിപ്പായി മാറുകയാണ്. ആ കുട്ടി എന്ത് ചെയ്യും? എന്നിട്ട് ഈ ഡയലോഗ് അടിക്കുന്നത് ഏത്? ഇന്ന് വരുമ്പോൾ എന്നോടുള്ള ബഹുമാനം നാളെയും നമ്മൾ കാണുമ്പോൾ ഉണ്ടാക്കണം. ഒരു കുട്ടി തകർന്നു പോകാൻ അതുപോലെ. ആ പറയുന്ന രീതി, ഇപ്പം പോലീസുകാരനായിരുന്നു. പിന്നെ ഈ സൈക്കോളജി സാധനങ്ങളും അറിയുമായിരിക്കും, അതൊക്കെ പഠിച്ചിട്ടാണല്ലോ പോലീസാവുന്നത്. പിന്നെ ഇത്രയും ക്രിമിനൽ മൈൻഡുള്ള ഒരുത്തൻ ചുമ്മാ ഞാനിപ്പോൾ ഈ ഡയലോഗ് ഡെലിവറി ചെയ്യുന്ന പോലെ ആ കുട്ടിയോട് പറഞ്ഞിരിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നു. അല്ല, അതൊക്കെ രീതി വേറെ ആയിരിക്കും. എനിക്കത് അഭിനയിച്ച് കാണിക്കാൻ അറിയാത്തതുകൊണ്ടാണ്. അതൊക്കെ ആ രീതിക്കാവും ആ കുട്ടിയെ പേടിപ്പിച്ചിട്ടുണ്ടാവുക. എന്താണെങ്കിലും അത് പറഞ്ഞ ആ കുട്ടിയെ പേടിപ്പിക്കുന്നു, കുട്ടിയെ ശാരീരികമായിട്ട് ഉപയോഗിക്കുന്നു. ശാരീരികമായിട്ട് ഉപയോഗിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിതവിടെ വാക്കുകളിലൂടെ ഡിസ്ക്രൈബ് ചെയ്തു തരാൻ നിങ്ങൾക്ക് പറ്റില്ല. അത്രയും മോശമായ രീതിയിൽ ഇവൻ്റെ രതിവൈകൃതങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവൻ ആ കുട്ടിയെ ഉപയോഗിച്ചു. അതിനുശേഷം ആ കുട്ടിക്ക് IPL മേടിച്ചു കൊടുക്കുന്നു. അത് മേടിച്ചു കൊടുത്തതിന് ശേഷവും ആ കുട്ടിയെ ഉപയോഗിക്കുന്നു. 1ഉം 2ഉം പ്രാവശ്യമല്ല. കുട്ടിയെ അവൻ്റെ ആവശ്യങ്ങൾക്ക് അത്രയും ഉപയോഗിക്കുന്നു. കുട്ടിയെ കൊണ്ട് നിർബന്ധിപ്പിച്ച് മദ്യം കൊടുത്ത് വീണ്ടും കുട്ടിയെ ഉപയോഗിക്കുന്നു. ഇങ്ങനെ ഈ കുട്ടി ഇവൻ നിരന്തരം ഉപയോഗിച്ചിട്ടാണ് അവിടുന്ന് തിരിച്ചവൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നത്. ഇവിടെ വന്നതിന് ശേഷവും പലരോടും ഇത് പറയരുത് എന്നും വീട്ടിൽ പറയരുത് എന്നും പറഞ്ഞുള്ള ത്രട്ടണിങ്. അതുമാത്രമല്ല, വീട്ടിലെത്തിയതിനു ശേഷം നിരന്തരം ആളില്ലാത്തപ്പോൾ ഇവൻ്റെ റൂമിലേക്ക് കുട്ടിയെ വിളിക്കുന്ന ഒരു കാര്യം. അങ്ങനെ പല രീതിയിൽ വളരെ ഹെൽപ്ലെസ് ആയിട്ടുള്ള സിറ്റുവേഷനിലേക്ക് ഈ കുട്ടിയെ മാറ്റി. ഈ കുട്ടി അവൻ്റെ വീട്ടിൽ നിന്ന് രക്ഷപ്പെട്ട് കുട്ടിയുടെ സ്വന്തം വീട്ടിലേക്ക് വന്ന സമയത്ത് ഇവന് കാര്യങ്ങൾ പേടി തുടങ്ങി. കാരണം ഇത് സ്വന്തം വീട്ടിൽ ഈ കുട്ടി പറഞ്ഞ ഇവൻ പാടിയില്ലേ. ഈ കുട്ടി സ്വന്തം വീട്ടിൽ വരുന്നു, അടുത്തറിയാവുന്ന കുറച്ച് പേരോട് കാര്യങ്ങൾ പറയുന്നു. ഫാമിലിയോട്, അതായത് സ്വന്തം ഉമ്മ അങ്ങനത്തെ നമ്മളെ ഏറ്റവും ബ്ലഡ് റിലേഷൻ ആയിട്ടുള്ള ആളുകളുണ്ടല്ലോ, അവരോട് ഈ കുട്ടി കാര്യങ്ങൾ ആദ്യം പറയുന്നില്ല. ഓക്കെ, അങ്ങനെ ലേറ്റർ ഓൺ ഇയാൾ വീണ്ടും ഇവരുടെ വീട്ടിലേക്ക് വരുന്നു. അപ്പോഴത്തേക്ക് കുറച്ച് ആളുകളോട് ഈ കുട്ടി കാര്യങ്ങൾ പറഞ്ഞു എന്നുള്ളത് ഇയാൾക്ക് മനസ്സിലാവിയതിന് ശേഷം ഇയാൾ തന്നെ സ്വന്തം അമ്മേനെയും വിളിച്ച് ഈ അച്ഛൻ്റെയും അമ്മേൻ്റെയും അടുത്തേക്ക് ചെല്ലുകയാണ് കുട്ടിയുടെ. ചെന്നിട്ട് അവിടെ വെച്ച് അപ്പോളജി പറയുകയാണ്. അമ്മേനെ കൂട്ടിയിട്ട് ഇവൻ്റെ ആ ഒരു സാധനം നിങ്ങൾ ആലോചിക്കണം. ആ ഒരു പോലീസ് ക്രിമിനൽ ബുദ്ധി ഇവൻ്റെ നിങ്ങൾ ആലോചിക്കണം. മിസ്റ്റേക്ക് സംഭവിച്ചു, കൺഫസ് ചെയ്തു, കുട്ടിയുടെ പാരൻസിൻ്റെ മുന്നിൽ കൺഫസ് ചെയ്തു. അപ്പോൾ ഇത് ഇത്രയും ദിവസം അയ്യോ ഫിലിപ്പ് സാർ അങ്ങനെ ചെയ്യൂ ഇങ്ങനെ ചെയ്യുമെന്ന് ചോദിക്കുന്നവരോടാ പറയുന്നത്. കുട്ടിയുടെ പാരൻസിന് മുന്നിൽ ഇവൻ കൺഫസ് ചെയ്തതാണ്. എൻ്റെ അമ്മ ഉണ്ടായിരുന്നു കൂടെ, എൻ്റെ അമ്മേനെയും കൂട്ടി പോയിട്ടാണ് ഈ കൺഫസ് ചെയ്തത്. അതിനുശേഷം ഈ കുട്ടിയുടെ പാരൻസിനെ നിരന്തരമായി ഫോളോ ചെയ്തിട്ട് ഇവൻ ആത്മഹത്യ ഭീഷണി മുഴക്കുകയായിരുന്നു. ഇവൻ ഇനിയില്ല, ഞാൻ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും, തീർന്നു പോവും, തീർത്ത് കളയും എന്നൊക്കെ പറഞ്ഞ് പല രീതിയിൽ ഇവരെ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഈ കേസ് കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടികളൊക്കെ ചെയ്തു. ഇമോഷണൽ ബ്ലാക്ക് മെയിൽസ് പലതും കാണിച്ചു. ഈ കുട്ടി ഓരോ ദിവസം ചെല്ലുന്തോറും ഈ കുട്ടിയുടെ മാനസികവും ശാരീരികവുമായുള്ള അവസ്ഥകൾ മോശമായി വന്നുകൊണ്ടിരുന്ന സാഹചര്യത്തിൽ അങ്ങനെയാണ് ഈ കുട്ടി പോലീസിലേക്ക് ചെല്ലുന്നത്. ബാക്കി കൗൺസിലിംഗ് പരിപാടികളിലൂടെ പോലീസും കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെല്ലുന്നത് മനസ്സിലായോ. സ്കൂൾ കൗൺസിലിങ്ങിൽ CWCയിൽ പറയുന്നു,
അവിടുന്ന് കൗൺസിലറും അത് ഏറ്റെടുത്ത് പോലീസ്, അങ്ങനെ ഇതിൻ്റെ നിയമവശങ്ങൾ. പിന്നെ അവിടുന്ന് അതാണ് നമ്മളറിയാം. പക്ഷേ ഇത്രയും കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിട്ടില്ല. അതെനിക്ക് നിങ്ങളെ അറിയിക്കണം എന്നുണ്ട്. കാരണം എന്താ പറയുക, ഇവനെപ്പോലുള്ള നന്മ മരങ്ങൾ കാണിച്ചു കൂട്ടിയ തെണ്ടിത്തരങ്ങൾ. ഞാൻ അഗെയിൻ ഐ എം റിപ്പീറ്റിംഗ് ദിസ്. എനിക്ക് പറയുന്നതിൽ ഭയങ്കരധികം സങ്കടമുണ്ട്. പക്ഷേ എന്താ പറയുക, ഞാൻ നാട്ടുകാരങ്ങനെ അടക്കി കുറ്റം പറയുന്നില്ല. കാരണം പല കേസുകളും ഇവിടെ ഫേക്ക് കേസുകൾ കണ്ടും കേട്ടും നമുക്ക് ഇപ്പോൾ അതിൻ്റെ ഒരു തരം ഒരു സംഗതി ഉണ്ട് നമുക്ക്, മനസ്സിലായി. ഒരു തരം എഫക്റ്റ് നമ്മളിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ എന്ത് കണ്ടാലും കേട്ടാലും ഇത് അയാളെ തകർക്കാനായിരിക്കുമോ അല്ലെങ്കിൽ ഇത് ഫേക്ക് ആയിരിക്കുമോ എന്നുള്ളൊരു തോന്നൽ വെച്ചിട്ട് നമ്മൾ എല്ലാ കേസും ജഡ്ജ് ചെയ്യരുത്. മനസ്സിലായോ? ആ ഒരു ആഫ്റ്റർ എഫക്റ്റിൽ നമ്മളൊരു കേസും ജഡ്ജ് ചെയ്യരുത്. നമ്മൾ എപ്പോഴും ഓരോ കേസ് 1 by 1 ആയിട്ട് എടുക്കണം. ഇവൻ്റെ കേസ് ഞാൻ പറഞ്ഞല്ലോ, ഇവൻ പക്ക ഫ്രോഡാണ്, പക്ക ക്രിമിനലാണ്. ഇവൻ അമ്മേനെ കുറിച്ച് പറഞ്ഞൊക്കെ നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ പീഡനവും സഹനം അനുഭവിച്ച അമ്മയുടെ മകനാണ് ഞാൻ. 29 കിലോ മാത്രം തൂക്കമുള്ള, ഒരു കാതിൽ മാത്രം കമ്മല് ധരിക്കുന്ന, റോഡ് ഗോൾഡിന്റെ മാല മാത്രം ധരിക്കുന്ന, ഒരിക്കൽ പോലും കൈകൾ ഉയർത്താത്ത മേരിക്കുട്ടി എന്ന് പറയുന്ന ഒരമ്മയുടെ മകനാണ് ഞാൻ. മദ്യപാനത്തിന്റെ ദുരന്തം ഏറ്റുവാങ്ങിയ ഒരു കുടുംബമാണ് എൻ്റെ കുടുംബം. പക്ഷെ ഇന്ന് എല്ലാ സന്തോഷമുണ്ട്. ജീവിതത്തിൽ മാതാപിതാക്കളെ ഇങ്ങനെ ചേർത്തിങ്ങനെ പിടിക്കുക. ഒരുപക്ഷെ നിങ്ങൾ കണ്ണ് തുറക്കുമ്പോഴേക്കും അവർ നമ്മളിൽ നിന്ന് അകന്നു പോയിട്ടുണ്ടാവും. ഒരു ഓസ്കാർ എടുത്തു കൊടുക്കണം ആരെങ്കിലും. അവൻ ടാറ്റ കാണിച്ചിട്ടാണ് ഇന്നൊന്നും പോയിരുന്നത്, ടാറ്റ കാണിച്ചിട്ട്. അമ്മേനെക്കുറിച്ചൊക്കെ പറയുന്നത് കേട്ട് കഴിഞ്ഞാലേ നിൻ്റെ പിഴപ്പുകേടിനൊക്കെ ആ സ്ത്രീ വന്ന് നിൽക്കേണ്ട അവസ്ഥയിലടാ. ഒന്നല്ലെങ്കിൽ ഇത്ര വയസ്സ്, ഒരു 19 വയസ്സിന് മുകളിലാണ് പ്രായം മാറി. എന്നിട്ട് എൻ്റെ ഈ പരിപാടി കാണിച്ചു വെച്ചിട്ട് ആ വയ്യാത്ത അമ്മേനെയും കൊണ്ടുപോയിട്ടാണ് നീ അവിടെ കിടന്നത് കാര്യം കാല് പിടിച്ച് ആത്മഹത്യ ഭീഷണി മുഴക്കി പോകുന്നത് ചേറ്റേ. പിന്നെ ഇവൻ മദ്യപാനത്തിനെതിരെയും ലഹരിനെതിരെയൊക്കെ പറയുന്നതൊക്കെ കേട്ട് കഴിഞ്ഞാൽ അയ്യൻ്റെ പൊന്നെ, ഇവനാണ് ലോക പുണ്യാളൻ. സ്വന്തം വീട്ടിനകത്ത് എനിക്ക് പറ്റിയോ ലഹരി കൺട്രോൾ ചെയ്യാൻ? മകളെ കേസൊന്നും ഞാൻ എടുത്ത് പറയുന്നില്ല, അവരൊന്നും ഇതിൽ ഇല്ലാത്തത് കൊണ്ട് ഞാൻ പറയാതെ വിടുന്നു, എഗെയിൻ ഞാൻ പറയാതെ വിടുന്നു. അതുകൊണ്ട് അങ്ങനത്തെ കേസുകളും അങ്ങനത്തെ പരിപാടികളൊന്നും പറയിപ്പിക്കാൻ ഇനി പുറത്തിറങ്ങിയിട്ടുള്ള പൂച്ചാണ്ടികളിലും നിൽക്കരുത് എന്നേ പറയാനുള്ളൂ. ഓക്കെ, അതൊരു സൈഡിൽ. പിന്നെ ഈ അമ്മേനെ കുറിച്ച് പറയുന്നതും വീഡിയോ അതിൻ്റെ മാമ വന്നോ. പിന്നെ ഈ പറയുന്ന വീഡിയോയിൽ പറയുന്നവൻ്റെ പൂച്ചാണ്ടിയും പരിപാടികളൊക്കെ ഏത് അമ്മ 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 പാസം പൈൻ ആൻഡ് പാലിയേറ്റീവിൻ്റെ ആൾക്കാരുള്ളതുകൊണ്ട് അമ്മ മര്യാദയ്ക്ക് നോക്കി അങ്ങനെ പോണ്. എന്താ എൻ്റെ ഭാര്യനെ ഇട്ടിട്ട് എന്തുകൊണ്ട്? കഥകൾ ഒരുപാട് ഇറങ്ങി. പിന്നെ ഇവൻ പറഞ്ഞല്ലോ മദ്യത്തിൻ്റെ പ്രശ്നം. ആ കുട്ടി 16 വയസ്സുള്ള കുട്ടിയെ നീ ഇത് ചെയ്യുമ്പോൾ നീ ഏത് ലഹരിയിലായിരുന്നു? ചുറ്റുപാടുള്ള ഓരോരുത്തർക്കും അറിയാം നിൻ്റെ ലഹരിക്കെതിരെയുള്ള ലോകേഷ് കനകരാജാവൽ നാട്ടിൽ വാട്ടാ. പിന്നെ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ വേറെ ഉണ്ട്, കുറച്ച് പഴയതായതുകൊണ്ട് നോട്ട് റെലവൻറ്റ്. ഈ കേസിൻ്റെ കാര്യം നോക്കിയാൽ മതിയല്ലോ. ഇതൊരു കേസിൽ നിൽക്കുന്നൊന്നുമില്ല. ഞാൻ പറയുന്നത് ധൈര്യമായിട്ട് ഇറങ്ങി വന്ന് പറയണം. ഇവനിൽ നിന്ന് ഇത്രത്തോളം അനുഭവമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയണം. കാരണം എന്താ പറയുക, ഇത് പക്ക ക്രിമിനൽ പരിപാടി. മുഖത്തൊരു മുഖംമൂടി എടുത്തിങ്ങോട്ട് വെച്ചിട്ട് നന്മ മരമേ മോട്ടിവേഷനേ ഇങ്ങോട്ട് ഇറക്കി വിടുകയായിരുന്നു. അതും ഇവ ഏറ്റവും കൂടുതലുണ്ടായിരുന്നത് ഈ കുട്ടികളുടെ ഇടയിലാണ്. ഏറ്റവും സാഡസ്റ്റ് പാർട്ട് അതാണ്. ഈ നാറി ഏറ്റവും കൂടുതൽ പോയിരുന്നത് കോളേജിലും സ്കൂളുകളിലോ. ദയവ് ചെയ്തിട്ട് ഇവിടുത്തെ പാരൻസിനോട്, ഇതൊന്നുമല്ല മോട്ടിവേഷനും കൗൺസിലിങ്ങും ഒക്കെ ചെയ്യുന്ന പ്രോപ്പർ സർട്ടിഫൈഡ് ആയിട്ടുള്ള പഠിച്ച ആളുകൾ. ഇവനൊന്നും അല്ല. ഇവനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതോ ഒരു നിമിഷത്തിൽ ഇതിലെ പൈസ തിളപ്പും ഇതിൻ്റെ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസും കണ്ട് മാത്രം ഇതിലേക്ക് ഇറങ്ങിയ കുറച്ച് ടീമാണ്. മനസ്സിലായില്ലേ? പിന്നെ കുറച്ച് ചാരിറ്റി ചെയ്ത് പൈസ മുക്കണം, നന്മമരം കളിച്ച് ദൈവമായിട്ട് നടക്കണം. ഇത് മാത്രമേ ഇവൻ്റെയൊക്കെ മൈൻഡിലുള്ളൂ. ഇതിനപ്പുറത്തേക്ക് ഇവനൊന്നും ഇല്ല. ഇവനൊക്കെ എന്താ ചെയ്യേണ്ട പരിപാടി അറിയാം? ഈ മതപ്രഭാഷണം നടത്തുന്ന ആളുകളില്ലേ, പള്ളിയിൽ അച്ഛന്മാരും ഉസ്താദുമാരും സ്വാമിമാരൊക്കെ ചില അടിപൊളി മോട്ടിവേഷൻ തരുന്ന കുറേ ആൾക്കാരുണ്ട്. അവരുടെ വീഡിയോസൊക്കെ ഇരുന്ന് കണ്ടിട്ട്
അതിലൊക്കെ ചുരണ്ടി കുറച്ചെടുത്ത് പിന്നെ സ്വന്തം ലൈഫിലാണ് നടന്നത് എന്ന് പറഞ്ഞിട്ടുള്ള കുറച്ച് എക്സ്ട്രാ ഫിറ്റിങ്സും കൂടി വെച്ചിട്ട് അങ്ങോട്ട് താങ്ങും. അത്രയൊക്കെ തന്നെ ഉള്ളൂ ഇവനൊക്കെ, ഇതിനപ്പുറത്തേക്കൊന്നും ഇല്ല. ഇവനോടൊക്കെ പേഴ്സണലി ചെന്നിട്ട് എന്തെങ്കിലും ഒരു വിഷയത്തിലൊരു, ഞാൻ പറഞ്ഞ എൻ്റെ ഏറ്റവും ക്ലോസ് റിലേറ്റീവിനാണ് ഇവനിൽ നിന്ന് അന്ന് ഇവൻ ഭീഷണിപ്പെടുത്തി, മോട്ടിവേഷൻ വന്നിട്ട് അവസാനം ഭീഷണിപ്പെടുത്തി പോയിട്ട്. ഒന്ന് ആലോചിച്ച് നോക്ക്, മോട്ടിവേഷൻ കൊടുക്കാൻ വേണ്ടി വന്നാൽ വീട്ടിൽ മോട്ടിവേഷൻ കൊടുക്കാൻ വേണ്ടി കൊണ്ടുവന്നിട്ട് ലാസ്റ്റ് ആ ചെക്കനെ ഭീഷണിപ്പെടുത്തേണ്ട അവസ്ഥയില്ല. അപ്പോൾ ഇവനൊക്കെ ഇത്രയേ ഉള്ളൂ, ഒന്നിക്ക് രണ്ടാമത്തേന് ഇവൻ പ്രൊവോക്ഡ് ആവും. പിന്നെ റിയൽ ലൈഫിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും പോലീസിൽ നിന്ന് ഇറങ്ങിയാലും ആ പോലീസ് സ്വഭാവമാണ്. ഏതെങ്കിലും കടയിൽ കയറി സാധനമൊക്കെ വാങ്ങും, അതിൻ്റെ കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. ഏതെങ്കിലും കടയിൽ കയറി സാധനം വാങ്ങും, കാശും കൊടുക്കില്ല. ആണ് എൻ്റെ ടാറ്റ കാണിച്ചുള്ള പോക്കും ഇവനെ പൊക്കി പിടിക്കാൻ വേറെ കുറേ ആൾക്കാർ. കൊള്ളാന്താണെങ്കിലും ഇതെന്നെങ്കിലും നിങ്ങൾ മനസ്സിലാക്കി ഈ കേസ് ജെനുവിൻ ആണോ അല്ലേ എന്നൊക്കെ സംശയിക്കുന്നത്. ഇത് കോടതിയിൽ എത്രത്തോളം നിൽക്കും, ഇതിൻ്റെ പ്രൂഫുകൾ, ഇപ്പോൾ എല്ലാ കേസും കോടതിയിൽ നിൽക്കണമെന്നില്ല, മനസ്സിലായില്ലേ? കാരണം അതിൻ്റെ മെറ്റീരിയൽ എവിഡൻസ്, അതിൻ്റെ പ്രൂഫൊക്കെ ഇപ്പോൾ ഈ പറഞ്ഞ മാതിരി ഒരു 2025 സെപ്റ്റംബറിൽ നടന്നു, 2026 ഫെബ്രുവരിയിലാണ് കേസാവുന്നത്. സോ ആ ടൈം പീരീഡിൽ തന്നെ ചിലപ്പോൾ പല അങ്ങനത്തെ കോടതിക്ക് ആവശ്യമുള്ള മെറ്റീരിയൽസിൻ്റെ ലാക്ക് വരാം, കുറവ് വരാം. പക്ഷേ ചെയ്തു വെച്ച കാര്യങ്ങളൊന്നും ഇല്ലാതാവില്ലല്ലോ, കാണിച്ച നന്ദില്ലായ്മയൊന്നും മായ്ച്ചു കളയാനും പറ്റില്ലല്ലോ. ഇങ്ങനെയാണ് കുറേ എണ്ണങ്ങൾ ഇങ്ങനെ ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനത്തെയൊക്കെ നാറികളെ ഒരിക്കലും ഇങ്ങനെ കുനിഞ്ഞു നിന്ന് കുമ്പിടാൻ എന്നെ കിട്ടില്ല, എനിക്ക് സാധിക്കില്ല. ഇങ്ങനത്തെയൊക്കെ നാറികളെ വന്നിട്ട് ഇതേപോലെ എക്സ്പോസ് ചെയ്ത് പോകാൻ തന്നെയാണ് ഇനിയുള്ള തീരുമാനം. ഇനി മുന്നോട്ട് അങ്ങനെ തന്നെ ചെയ്യുള്ളൂ. അതിൻ്റെ പേരിൽ ഇനി എത്ര ക്രൂശിച്ചിട്ടും കാര്യമില്ല. അതിന് ഏത് അച്ചായൻസിൻ്റെ ആർമി ഇറങ്ങിയിട്ടും കാര്യമില്ല. ചോദിച്ച ചോദ്യത്തിന് ഉത്തരമില്ലാതെ ഒരുത്തം ഓടി മാളത്ത് കയറിയല്ലോ, ഉത്തരം ഇന്നേവരെ തന്നിട്ടുമില്ല. എന്നിട്ടും ഡയലോഗിനൊന്നും അവൻ്റെ PR-നൊന്നും ഒരു കുറവുമില്ല. കമൻറ്റ് ബോക്സിൽ ഡയലോഗ് ഇപ്പോൾ വീഡിയോകളിലൊക്കെ നിർത്തി, എന്താണാവോ? ഓൻ്റെ വായിൽ പഴം തിരികെ വെച്ചുകൊണ്ടാവും ബാക്കിയുള്ളവരുടെ വായിലും പഴം തിരികിരിക്കുന്നത്. ഒരുത്തനെയും കാണുന്നില്ല, ഇപ്പോൾ കമൻറ്റ് ബോക്സിൽ മാത്രമേ കാണുന്നുള്ളൂ. ആ പൈസേൻ്റെ തിളപ്പ് കാണുമ്പോൾ ബോക്സിൽ നിന്ന് അത് ഇറങ്ങിപ്പോയിക്കോളും. ഇങ്ങനെ ഉണ്ടേ കുറേ എണ്ണങ്ങൾ. ഇറ്റങ്ങളെ വളർത്തുന്നത് തന്നെ നമ്മളുടെ ഉള്ളിലുള്ള നന്മയാണ്. കാരണം ആരെങ്കിലും നന്മ ചെയ്യുന്നത് കാണുമ്പോൾ നമുക്കത് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടുള്ളൊരു ഫ്രസ്ട്രേഷൻ നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് ചെയ്യാൻ പറ്റില്ല, അവർ ചെയ്തോട്ടെ എന്നുള്ളത് ചിന്തിക്കും. പക്ഷെ അപ്പുറത്തുള്ളത് മുതലെടുക്കുക എന്നുള്ളത് ചിന്തിക്കാനുള്ളൊരു മൈൻഡും കൂടി വേണം നമുക്ക്. നല്ലതാരാ ചീത്തയാരാ, എല്ലാവരും 100% നല്ലതെന്നും പറയുന്നില്ല, മനസ്സിലായോ? ചീത്തവരിൽ ഏറ്റവും കുറഞ്ഞ ചീത്ത ആരാ, അത്ര നോക്കിയാൽ മതി. ഇപ്പം ഞാനൊക്കെ അങ്ങനെ, ഞാൻ ഒട്ടും നല്ലവനല്ല, മനസ്സിലായോ? നന്മയേ ഇല്ല. എന്നാൽ ചീത്തേൻ്റെ അംശം എത്രത്തോളം ഹോൾഡ് ചെയ്ത് വയ്ക്കുക അത്രയും ഹോൾഡ് ചെയ്ത് വെച്ച് ജീവിക്കുക എന്നുള്ളത് നോക്കുന്നുള്ളൂ. അപ്പോൾ ഓക്കെ ഗൈസ്, ഒരു സമാധാനമുണ്ട്. ഇന്ന് ഉറങ്ങാൻ മര്യാദയ്ക്ക്.